ജനസംഘത്തിന്റെ നേതൃത്വം സമ്മേളനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആദർശധീരതയുള്ള പ്രവർത്തകരെ, ഈ സമ്മേളനം ഇതൊരു പ്രചരണ സമ്മേളനം മാത്രമാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജില്ലാ സമ്മേളനം, മലപ്പുറം ജില്ലാ സമ്മേളനം മഞ്ചേരിയിലെ ഉമർ ഖാലിദ് നഗറിൽ വെച്ച് ഏപ്രിൽ 18, 19, 20 തീയതികളിൽ നടക്കുമ്പോൾ നമ്മുടെ സമ്മേളനത്തിന്റെ സകാത്തിന് നിങ്ങളെ സമ്മേളനം മതിയാവുകയില്ല. പ്രിയപ്പെട്ട സഹോദരന്മാർ, 2.5% വരുന്ന വഹാബികൾ ഈ രാജ്യത്ത് ധാരാളം പണച്ചാക്കുകളും കൊഴുപ്പുകളും ഒക്കെ ഉണ്ടാക്കിയിട്ട് സമൂഹത്തെ ധാരാളമായി തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാം അഹ്ലുസുന്ന വൽ ജമാഅ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ത് എന്ന് ചോദിച്ചാൽ, ഗ്രഹാന്തരീക്ഷത്തിൽ നിന്ന് ഇസ്ലാമിക വിശ്വാസവും ഇസ്ലാമിക അനുഷ്ഠാനങ്ങളും ഇസ്ലാമിക ആചാരങ്ങളും പുതിയ തലമുറക്ക് പകർത്തിയെടുക്കാൻ സാധിക്കാത്ത വിധം നമ്മുടെ ഗ്രഹാന്തരീക്ഷങ്ങളെ മലീമസമാക്കിയിരിക്കുന്നു വഹാബി. ഇവിടെ ആയുധങ്ങളെ കൊണ്ട് ഇസ്ലാമിനെ കീഴ്പ്പെടുത്താനോ ഇസ്ലാമിനെ വളർത്താനോ ഒരു കാലഘട്ടത്തിലും കഴിഞ്ഞിട്ടില്ല. ചുരുക്കം ചില ചെറുപ്പക്കാരെങ്കിലും ഇസ്ലാമിന്റെ മുന്നേറ്റത്തിന് ഇനി ആവശ്യം ആയുധ പരിശീലനമാണ് എന്ന് തെറ്റിദ്ധരിച്ചവരുണ്ട്. അവരോടുകൂടെ 2 വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഒരിക്കലും ആയുധ പരിശീലനം, ആയുധ ബലം അത് ഇസ്ലാമിനെ വളർത്താനും ഉപയോഗിക്കാൻ പറ്റില്ല, തളർത്താനില്ല. നോക്ക് നിങ്ങൾ, ആയുധങ്ങളെ കൊണ്ട് ഇസ്ലാമിനെ കീഴ്പ്പെടുത്തുകയാണെങ്കിൽ ഫറോവ ചക്രവർത്തി ആയുധത്തിന്റെ മാത്രം ആളാണ്. ഖുർആൻ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫിർഔന്റെ അയനത്തുള്ളാഹിലേക്ക് ആയുധം കൊണ്ട് കീഴ്പ്പെടുത്താൻ സാധിച്ചിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരൻ, നമ്രൂദിന് അവന്റെ ദുസ്വാധീനങ്ങളെ കൊണ്ട് ഇബ്രാഹിം നബിയെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അബൂജഹൽ പ്രഭൃതികൾക്ക് സാധിച്ചിട്ടില്ല. ഇന്നും യൂറോപ്പ്, അമേരിക്കക്കാരനും യൂറോപ്പും ഒന്നിച്ച് പരിശുദ്ധ ഇസ്ലാമിന്റെ നാഗരികതയെ, ഇസ്ലാമിന്റെ ചരിത്ര പശ്ചാത്തലത്തെ, മുസ്ലിംകളെ, ഇസ്ലാമിക ചരിത്രങ്ങളെ, ചരിത്ര ഗവേഷണ ഫലങ്ങളെ എന്നു വേണ്ട ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ എല്ലാം നശിപ്പിക്കുകയാണ് ഇറാഖിലും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ചെയ്തത്. 10 ലക്ഷം ആളുകളെ ഇറാഖിൽ കൊല ചെയ്തു കഴിഞ്ഞു. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അമ്മിഞ്ഞപ്പാല് കുടിക്കുന്ന ചോര പൈതലുകൾ ഉമ്മമാരുടെ ചുമലിൽ കിടന്നുകൊണ്ട് മരിച്ചു വീഴുന്നത് കരണ്ട് പിടിച്ച് ചാകുന്ന പല്ലികളെ പോലെ ഒരു തുള്ളി രക്തമില്ലാതെയാണ്. സാമ്പത്തിക ഉപരോധം വഴി പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇങ്ങനെ സാമ്പത്തിക ഉപരോധമോ അതല്ലെങ്കിൽ ആയുധ ബലമോ അതൊന്നും ഉപയോഗിച്ച് ഇസ്ലാമിനെ തകർക്കാൻ കഴിയില്ല, ഒരു കാലഘട്ടത്തിലും സാധിച്ചിട്ടുമില്ല. ഇതിന് പകരമായി അവിവേകം കൊണ്ട് നേരിടുക എന്ന രീതിയിൽ മുസ്ലിം അകത്തളങ്ങളിൽ ഒരു ആയുധ പരിശീലനം ഉണ്ടായാൽ അതുകൊണ്ട് ഇസ്ലാമിന് ഒരു വിജയവും ഉണ്ടാക്കാൻ കഴിയില്ല. മറിച്ച് ചില ചെറുപ്പക്കാർ ഫലസ്തീനിലെയും കാശ്മീരിലെയും സംഭവങ്ങളെ ഊതി വീർപ്പിച്ച് അത് സീഡികൾ കാണിച്ച് പാതിരാവിന്റെ കൂരിരുട്ടിൽ ചെറുപ്പക്കാരനെ കൊണ്ടുപോയി ഇതിങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അവന്റെ രക്തം തിളപ്പിച്ച് നിർത്തിയിട്ട് നമുക്കും ഒരു പരിഹാരം വേണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് ആയുധമെടുക്കാനും ബോംബുണ്ടാക്കാനും പരിശീലിപ്പിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ദീനിന്റെ പേരിൽ, ഇസ്ലാമിന്റെ പേരിൽ അവരെ ഉണർത്താനുള്ളത്, ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഈ കേരളത്തിന്റെ മണ്ണിൽ ഇന്ത്യ ചരിത്രത്തിൽ മുസ്ലിങ്ങൾ ഒരു യുദ്ധത്തിന്റെ മുഖത്തെത്തിയപ്പോൾ അങ്ങനെ ആവശ്യമുള്ള ഒരു സമയം വന്നാൽ കേരളത്തിൽ ഇന്നും സാദാത്യങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്. അവര് മമ്പറം തങ്ങളുടെ പിൻഗാമികളാണ്. അവര് ബഹുമാനപ്പെട്ട അജ്മീർ ഖാജ തങ്ങളുടെ പിൻഗാമികളാണ്. ഇവിടെ പണ്ഡിതന്മാർ ജീവിച്ചിരിപ്പുണ്ട്. അവര് ഉമർ ഖാലിദ് തങ്ങളുടെ പിൻഗാമികളാണ്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു യുദ്ധമുഖത്തെത്തിയപ്പോൾ അവിടെ മുസ്ലിങ്ങളെ വിളിച്ചുകൊണ്ട് ഇതാ നമുക്ക് സമയമായിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത് അത് ആലിമീങ്ങളും സാദാത്യങ്ങളുമാണ്. അങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും സംഭവിക്കാതെ ജീവിക്കുന്ന ബഹുമാനപ്പെട്ട താജുൽ ഉലമാ തങ്ങളെ പോലുള്ള, ബഹുമാനപ്പെട്ട MA ഉസ്താദിനെ പോലുള്ള, ബഹുമാനപ്പെട്ട ശൈഖുന AP ഉസ്താദിനെ പോലുള്ള മഹാരഥന്മാര് പറയും അക്കാര്യം നമുക്ക് സമയമായിരിക്കുന്നുവെന്ന്. തീർച്ചയായും ഇന്ത്യ രാജ്യത്തിന്റെ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ അത് ബൈബിളും ഖുർആനും
ഭഗവത്ഗീതയും ഈ മേശപ്പുറത്ത് അടുത്തടുത്ത് വെച്ചാൽ ഒന്ന് മറ്റൊന്നിനെ ആക്രമിക്കുകയില്ല. ഇതല്ല മതസൗഹാർദ്ദം. ജോസഫും കണാരനും അബൂബക്കറും ഒരു ബെഞ്ചിലിരിക്കുമ്പോൾ ശരീരം കൊണ്ട് അടുത്തിരിക്കുന്നതിനേക്കാൾ മനസ്സുകൊണ്ട് അടുത്തിരിക്കാൻ സാധിക്കുക, അതാണ് മതസൗഹാർദ്ദം. ആ മതസൗഹാർദ്ദം സൃഷ്ടിക്കുകയാണ് അഹ്ലുസുന്ന വൽ ജമാഅ ചെയ്തത്. അതാണ് ബദരീങ്ങളെ പേരിൽ നടത്തിയ നേർച്ച സദസ്സിൽ കണാരനും കുമാരനും മുഹമ്മദും ഒരുമിച്ചിരുന്നു കൊണ്ട് രാജ്യത്ത് നിലനിർത്തിയ മതസൗഹാർദ്ദം. ഈ മതസൗഹാർദ്ദം തകർത്തത് വഹാബിയാണ്. ആ വഹാബിസത്തിന്റെ ആ മൗദൂദിസത്തിന്റെ സോളിഡാരിറ്റിയും മറ്റുള്ളവരും ചേർന്നതിനാൽ തീവ്രവാദം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമുക്കും വേണ്ടേ എന്തെങ്കിലും എന്ന് ചെറുപ്പക്കാരനെ കൊണ്ട് ചിന്തിപ്പിക്കുന്നിടത്ത് അങ്ങനെ വേണ്ടി വരുമ്പോൾ, അങ്ങനെ ഒരു പൊന്നാനിയിലെ പള്ളിയോ അതല്ലെങ്കിൽ ഒരു പള്ളിയോ പൊളിക്കുന്നതിന് വേണ്ടി ഒരു കൂട്ടം അക്രമികൾ വരുന്നു എന്ന് പറഞ്ഞാൽ അപ്പോ നമ്മുടെ പള്ളിയിൽ നിന്ന് ഒരു കൂട്ട വാങ്ങുണ്ട്. ആ വാങ്ക് അത് ഇസ്ലാമിന്റെ തക്ബീറാണ്. അത് ഉമ്മയുടെ മുലപ്പാലിന് മുമ്പ് നമുക്ക് കിട്ടിയതാണ് ആ തക്ബീർ. ആ തക്ബീർ കേട്ടുകൊണ്ട് മുസ്ലിം വീടുകളിൽ നിന്ന് തൗഹീദിന്റെ തഖ്വയുള്ള വിശ്വാസികൾ, അതിന് പ്രായപരിധിയില്ല, അവരൊരു വരവുണ്ട്. കുട്ടിയായാലും വലിയ ആളായാലും പ്രായമുള്ള ആളായാലും ഒക്കെ ആ തക്ബീർ കേട്ടിട്ടുള്ള ഒരു വരവുണ്ട്. ആ വരവിന് മുമ്പിൽ പീരങ്കി പ്രശ്നമല്ല, ബോംബ് പ്രശ്നമല്ല, തോക്ക് പ്രശ്നമല്ല, ആയുധങ്ങൾ പ്രശ്നമല്ല. മാത്രമല്ല ആ തക്ബീർ ധ്വനി കേട്ടിട്ട് വരുന്ന മുസൽമാന്റെ കയ്യിൽ വാള് വേണ്ട. അവർക്ക് തെങ്ങിന്റെ ഈർക്കിളിയാണ് കിട്ടിയതെങ്കിൽ അത് പാമ്പായി മാറും. അത് മുത്തക്കിങ്ങളുടെ അടയാളമാണ്. ബദറിലും മറ്റ് പല രംഗങ്ങളിലും നബി മുഹമ്മദ് റസൂലുള്ളാഹ് ഈത്തപ്പനയുടെ മട്ടൻ എടുത്തുകൊണ്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി സ്വഹാബിയുടെ കയ്യിൽ കൊടുത്തപ്പോൾ ഊരിപ്പിടിച്ച പ്രകാശിക്കുന്ന വാളുകളെ നാമാവശേഷമാക്കിയ ചരിത്രം ഇസ്ലാമിനുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആയുധ പരിശീലനത്തിനും ബോംബുണ്ടാക്കുന്നതിനും തീവ്രവാദത്തിനും ഒരിക്കലും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ പോകേണ്ടതില്ല. നമുക്ക് അങ്ങനെ ഒരു ആവശ്യം വന്നാൽ അവിടെ തക്ബീർ കേട്ടിട്ടുള്ള വരവുണ്ട്. ആ വരവിന് കളരിയല്ല, മൊയ്തീൻ തല്ല് എന്നതിന് പറയാം. പണ്ട് മൊയ്തീൻ തല്ലുണ്ടായോടത്ത് തല്ല് ജോറായി. പോലീസ് സ്റ്റേഷനിൽ വിവരം കിട്ടി. SIയും CO ഒക്കെ വണ്ടിയൊക്കെ എടുത്തിട്ട് ഓടി വന്ന് നോക്കുമ്പോൾ ആളുകൾ യാ ഷെയ്ഖ് മൊഹീദ്ദീൻ എന്നിട്ട് ആ തല്ലുള്ളത്. CI അപ്പൊ തന്നെ FIRൽ രേഖപ്പെടുത്തി. പ്രധാന കുഴപ്പമുണ്ടാക്കിയ മൊയ്തീൻ ഷെയ്ഖാണ്. ഇതുവരെ പ്രധാന പ്രതിനെ കിട്ടിയിട്ടില്ലല്ലോ. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ തല്ലിന്റെ ഗുണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നാളെ പുഴ കടക്കാനുണ്ടെന്ന് കരുതി ഇന്ന് തന്നെ വെള്ളത്തിലങ്ങ് ഇന്ന് തന്നെ തുണി പൊക്കി നടക്കേണ്ട കാര്യമില്ല. അഷ്റഫുൽ മഖ്ലൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഇന്ത്യൻ സാഹചര്യത്തിലെ മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ ഒരു ആയുധ പരിശീലനം ആവശ്യമായി വന്നാൽ 90 വയസ്സിലെത്തിയിരിക്കുന്ന താജുൽ ഉലമ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ഉള്ളാൾ തങ്ങൾ ബുഖാരിയും മുസ്ലിമും തുഹഫയും അടക്കമുള്ള കിതാബുകൾ കാണാതെ ദർസ് നടത്തുന്ന പണ്ഡിത ശ്രേഷ്ഠർ, അഹ്ലു ബൈത്തിലെ തറവാട്ടിലെ കാരണവർ, അവര് പറയും നമ്മളോട്. മാത്രമല്ല, ഈ പ്രസ്ഥാനം ഈ രാജ്യത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വഹാബിസവും മൗദൂദിസവും അവർക്ക് ഓശാന പാടി അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്ത് മഹല്ലുകളൊക്കെ ഞങ്ങളെ കയ്യിലാണ്, ഖുത്ബകളൊക്കെ ഞങ്ങളെ കയ്യിലാണ്, ഭൂരിപക്ഷം ഞങ്ങളാണ് എന്ന് അവകാശപ്പെടുന്ന ആളുകൾ മനസ്സിലാക്കണം. ഈ സുന്നത്ത് ജമാഅത്ത് എന്ന വിഭാഗം ഈ രാജ്യത്ത് ഇന്ന് ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് നമ്മുടെ വേദിയിൽ എത്തിയിട്ടില്ല. ബഹുമാനപ്പെട്ടവർ ഡൽഹിയിലാണുള്ളത്. എന്താണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഉയർത്തിപ്പിടിക്കുന്ന ആദർശം? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒറ്റ ഉദാഹരണം പറയാം. ഇന്ത്യ ലോക മാപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച വരുമ്പോൾ ഇന്ത്യയെ കുറിച്ച് ചർച്ച വന്നാൽ, പാകിസ്ഥാനെ കുറിച്ച് ചർച്ച വന്നാൽ, ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന അതിപ്രധാന 2 രാഷ്ട്രങ്ങൾ, ഇന്ത്യ പഴക്കമുള്ള രാജ്യമാണ്. UNOയിൽ ലോക രാഷ്ട്രങ്ങളിൽ ഇന്ത്യയെ കുറിച്ച് പാകിസ്ഥാനെ കുറിച്ച് ചർച്ച വരുമ്പോൾ ചർവിത ചർവണം നടത്തിയിരിക്കുന്ന വിഷയം കാശ്മീർ പ്രശ്നമാണ്. ഈ കാശ്മീർ പ്രശ്നത്തിൽ ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രിമാർ, ഇന്ത്യ ഭരിച്ച പ്രസിഡന്റുമാർ, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിമാർ, ഇന്ത്യയിലെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ, ഇന്ത്യ കണ്ട ചീഫ് ജസ്റ്റിസുമാർ വളരെ കൂടുതൽ ഉറക്ക ചിന്തിച്ച ധാരാളം ആളുകളുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട കാലഘട്ടത്തിന്റെ ഇതിഹാസ പുരുഷൻ ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ്, ബഹുമാനപ്പെട്ടവർ കണ്ടതുപോലെ ഒരു പരിഹാര മാർഗം കാണാൻ ഇന്ത്യ ചരിത്രത്തിൽ ഒരാൾക്ക് സാധിച്ചിട്ടില്ല. ഇത് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. ബഹുമാനപ്പെട്ട AP ഉസ്താദ് കാശ്മീർ തായ്വരയിലെ ജമ്മുവിലും മറ്റു പ്രദേശങ്ങളിലും AP ഉസ്താദ് പല പ്രാവശ്യം പര്യടനം നടത്തി. ഓരോ പ്രാവശ്യവും അവിടെ പര്യടനം നടത്തുമ്പോൾ ആ രാജ്യത്തെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതം, അവരുടെ രക്തച്ചൊരിച്ചിലുകൾ, ജമ്മുവിലെ ഒരു പ്രദേശത്ത് AP ഉസ്താദ് എത്തിയപ്പോൾ അവിടെ 17 പ്രാവശ്യം കലാപം നടന്നിട്ടുണ്ട്.
17 പ്രാവശ്യം ഒരു പ്രദേശത്ത് കലാപം നടന്നാൽ ആ പ്രദേശത്തിന്റെ അവസ്ഥ ഓർത്തു നോക്കും സഹോദരങ്ങളെ. അവിടെ ചെന്ന് നോക്കുമ്പോൾ അതാ സ്ത്രീകളും കുട്ടികളുമൊക്കെ വാവിട്ട് കരയുന്നു. ഭക്ഷണമില്ല അവർക്ക്, പോഷകാഹാരങ്ങളില്ല അവർക്ക്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ കഷ്ടപ്പെട്ട ജനതയെ പല പ്രാവശ്യം AP ഉസ്താദ് കണ്ടപ്പോൾ കാശ്മീർ പ്രശ്നത്തിന് ഒരു നിവേദനം കൊടുത്തിട്ട് പരിഹാരമുണ്ടാവുകയില്ല. മറിച്ച് ബഹുമാനപ്പെട്ട AP ഉസ്താദ് ചിന്തിച്ചു, കാശ്മീരിൽ വർഷങ്ങളായി വളർന്നു വരുന്ന അവിടുത്തെ തലമുറ കണ്ട ഇന്ത്യ കാശ്മീരിലെ ഇന്ത്യയാണ്.